ഹലോ നമസ്കാരം, എല്ലാവർക്കും വീക്കെൻഡ് വോയിസിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റർ ആയിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളമൂടെ ചേർത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. ഞാനൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു അരമുറി ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച ചിക്കൻ ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ലപോലെ ചിക്കനിലൊക്കെ മസാല പരണ്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ചിക്കന് ഓരോ പീസായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ 2 ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി അടുത്ത ട്രിപ്പ് ചിക്കനും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ കുക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഫ്രൈ ആയി വരികയും ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ രണ്ടാമതിട്ട ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കോരി മാറ്റാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളുടെ ഈ എണ്ണയിൽ കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഫ്രൈ ആവും. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും ഒക്കെ. അപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.